മോത്തി ഗുഡ് മോർണിംഗ് പെരുന്നാൾ ആശംസകൾ. ഞാൻ ഉള്ളത് റഹീമിൻ്റെ കോടമ്പുഴയിലെ വീട്ടിലാണ്. ഈ കാണുന്ന വീട്ടിൽ നിന്നാണ് 20 വർഷങ്ങൾക്ക് മുമ്പ് റഹീം സൗദിയിലേക്ക് വിമാനം കയറിയത്. ഇപ്പോൾ ഈ വീട്ടിൽ ആരും താമസമില്ല. സഹോദരൻ തൊട്ടപ്പുറത്തൊരു വീട് വെച്ചിട്ടുണ്ട്. അവിടെയാണ് എല്ലാവരും ഉള്ളത്, കുടുംബാംഗങ്ങളൊക്കെ ഉള്ളത്. 5 സഹോദരങ്ങളാണ് റഹീമിനുള്ളത്. അപ്പോൾ എല്ലാവരും ഇന്നലെ തന്നെ ഈ വീട്ടിലേക്കൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരുന്നാളാണ്. അതിനേക്കാൾ ഉപരി റഹീം വരുന്ന സന്തോഷം. ആ ഉമ്മ നേരത്തെ സംസാരിച്ചപ്പോൾ ആ സന്തോഷം പങ്കിട്ടിരുന്നു. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ വന്ന് സംസാരിക്കാനൊന്നും ഉമ്മ തയ്യാറല്ല. മകൻ വന്നതിന് ശേഷം മകനോടൊപ്പം അവിടേക്ക് എത്തി സംസാരിക്കുമെന്നുള്ളതാണ് ഉമ്മ പറയുന്നത്. ഏതായാലും റഹീം പോയത് ഈ പഴയ വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു കയറുന്നതും ഈ പഴയ വീട്ടിലേക്കായിരിക്കും എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ നേരത്തെ തന്നെ സജ്ജീകരണങ്ങളൊക്കെ തന്നെയും പൂർത്തിയായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റഹീമിൻ്റെ സഹോദരനുണ്ട് ഇവിടെ. ഇപ്പോൾ വിമാനം ഇറങ്ങി അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരും. അതെ, അവിടെ ഇറങ്ങി എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് വരും. കാരണം വെച്ചാൽ ക്ലിയറൻസ് ഒന്നും ഇല്ലല്ലോ. എന്താ പറയുക, കയ്യിൽ ബാഗ് ഇല്ലാത്ത ഒരാളുടെ ആയിരിക്കും പെട്ടെന്ന് ഇറങ്ങും എന്നുള്ളതാണ്. പിന്നെ അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളൊന്നും എനിക്കറിയില്ല. ഏതായാലും എത്രയും പെട്ടെന്ന് എത്തുന്നുള്ള പ്രതീക്ഷയിലാണ്. കുടുംബാംഗങ്ങളൊക്കെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. എല്ലാവരും രാത്രി തന്നെ എത്തിയിട്ടുണ്ട്, പുലർച്ചെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ആരും ഉറങ്ങിയിട്ടില്ല. അവന് കയറുന്നവരെ ആ ടൈം വരെ വെയിറ്റ് ചെയ്യായിരുന്നു. ഓ, പെരുന്നാളും കൂടിയാണ്. വരുമ്പോൾ കഴിക്കാനുള്ള ആഹാരമൊക്കെ തയ്യാറായിട്ടുണ്ടല്ലോ. എല്ലാം ഉണ്ട്. എന്താ സംഭവിക്കാന്ന് ഒരു ഐഡിയ ഇല്ല. ഭക്ഷണം എല്ലാം ഇവിടെ വിഷയം. അവൻ എങ്ങനെ ഇവിടെ എത്തിക്കിട്ടിട്ട് നമുക്ക് എന്താ പറയാ, കാണാനുള്ളൊരു കൊതി. അതെ ഇൻഷാ അല്ലാ. അതെ, വളരെ സന്തോഷത്തിലാണല്ലേ. അപ്പോൾ ഇനിയിപ്പം ഇപ്പൊ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നാട്ടുകാരൊക്കെ വിവരം അറിഞ്ഞതാ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക, ഫ്ലൈറ്റ് ഇറങ്ങിയത് അറിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പള്ളി ടൈമാണല്ലോ, പെരുന്നാൾ നമസ്കാരത്തിന്റെ ടൈമാണല്ലോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും റോട്ടിലുണ്ട്. അപ്പോൾ അവന് വരുമ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരുണ്ട്. എല്ലാവരും ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പെരുന്നാൾ ദിനത്തിന് റഹീം ഇവിടെ ഉണ്ടാവണം എന്നുള്ളത്. അതെ, അതൊരു ദൈവാനുഗ്രഹം തന്നെയാണല്ലോ. കാരണം 20 വർഷം അവിടെ പെരുന്നാൾ ഇവിടെ പെരുന്നാൾ കഴിഞ്ഞു. ഇപ്പൊ ഇന്ന് പെരുന്നാൾ ദിവസം എത്താതെ ഒരു സംഭവം തന്നെയാണല്ലോ. അതെ, നേരത്തെയൊക്കെ ഉമ്മയോട് ചോദിക്കുമ്പോൾ ഉമ്മ പറഞ്ഞിരുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പെരുന്നാൾ ദിനം എനിക്ക് എൻ്റെ മകനെ കാണാനാവണം, അവൻ ഈ വീട്ടിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് അതുപോലെ പ്രാവർത്തികമായിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ റഹീമ ഈ വീട്ടിലേക്ക് എത്തിച്ചേരും. ഇതാണ് ഇപ്പോൾ സംസാരിച്ച റഹീമിൻ്റെ സഹോദരൻ നസീർ പണി കഴിപ്പിച്ച വീടാണ്. ഇവിടെയാണ് ഇപ്പോൾ എല്ലാവരും താമസിക്കുന്നത്. പഴയ വീട്ടിലേക്ക് കയറി ഒപ്പം തന്നെ അതിനുശേഷമായിരിക്കും റഹീം ഈ വീട്ടിലേക്ക് കയറുക. ഏതായാലും ഫറൂഖ് പേട്ടയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനൊപ്പം തുറന്നിട്ട ജീപ്പിൽ വലിയൊരു സ്വീകരണമായിട്ടായിരിക്കും ഈ വീട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ തന്നെ. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറുമാണ്. മോത്തി.